KTU S3 Measurement and Instrumentation Module 1 Part 2. Errors in measurement. True value. True value of quantity to be measured may be defined as an average of an infinite number of measured value when the average deviation due to various contributing factors tends to 0. That is, value of unknown quantity obtained on making measurement with standards and measuring instrument is its true value. Practically, it is never. സ്റ്റാറ്റിക് എറർ അല്ലെങ്കിൽ ആബ്സലൂട്ട് എറർ എപ്സിലോൺ 0 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ ഓഫ് അൺനോൺ ക്വാണ്ടിറ്റി. സ്റ്റാറ്റിക് എററിന് ഡെൽറ്റ എ അല്ലെങ്കിൽ എപ്സിലോൺ 0, അതായത് എ എം മൈനസ് എ എം എന്ന് പറയുന്നത് മെഷേർഡ് വാല്യൂ ആൻഡ് എ ഈസ് ട്രൂ വാല്യൂ. റിലേറ്റീവ് ഓർ പെർസെൻറ്റേജ് എറർ. റേഷ്യോ ഓഫ് ആബ്സലൂട്ട് എറർ ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. റിലേറ്റീവ് എറർ എപ്സിലോൺ ആർ equal to delta A by A is equal to epsilon 0 by A, absolute error divided by true value. When the absolute error epsilon 0 is equal to delta is negligible, that is equal to 0 ആയി കഴിഞ്ഞാൽ, that is when the difference between true value and the measured value of unknown quantity is very small, then the relative error may be expressed as epsilon r is equal to delta A by AM is equal to epsilon 0 by AM. Percentage error can be calculated by epsilon r into 100 is equal to epsilon 0 by am into 100. Limiting or guarantee error. The measured value of unknown quantity may be more than or less than the true value of the measurement. So the manufacturers have to specify the deviation from the specified value of a particular quantity in order to enable the purchase to make proper selection according to his requirement. Thus, limits of this deviation from specified values are defined as limiting or guarantee errors. മെഷേർഡ് വാല്യൂ മെഷർ ചെയ്യുന്ന അൺനോൺ ക്വാണ്ടിറ്റി ട്രൂ വാല്യൂക്കാളും കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആകുക. അപ്പോൾ മാനുഫാക്ചേഴ്സിന് ഡീവിയേഷൻസ് സ്പെസിഫൈഡ് വാല്യൂ ഓഫ് പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ ഡീവിയേഷൻസ് സ്പെസിഫൈ ചെയ്യാനും അത് ഇൻ ഓർഡർ ടു എനാബിൾ ദ പർച്ചേസർ ടു മേക്ക് പ്രോപ്പർ സെലക്ഷനും അതിൻ്റെ റിക്വയർമെൻറ്റ്സും ഉണ്ടാകുവാനും വേണ്ടി ആണ് ശ്രമിക്കാൻ. ലിമിറ്റ്സ് ഓഫ് ദിസ് ഡീവിയേഷൻ ഫ്രം ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടാകും. ദ ലിമിറ്റ്സ് ഓഫ് ദിസ് ഡീവിയേഷൻ ഫ്രം സ്പെസിഫൈഡ് വാല്യൂസ് ആർ ഡിഫൈൻഡ് ആസ്, ഈ ഡീവിയേഷൻസിൻ്റെ ലിമിറ്റ്സ് ഫ്രം സ്പെസിഫൈഡ് വാല്യൂസ് ആർ ഡിഫൈൻഡ് ആസ് ലിമിറ്റിംഗ് ഓർ ഗ്യാരണ്ടി എറേഴ്സ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗിവൻ ക്വാണ്ടിറ്റി ഹാവ് എ സ്പെസിഫൈഡ് മാഗ്നിറ്റ്യൂഡ് എ എം ആൻഡ് മാക്സിമം or limiting error delta A plus or minus delta A must have magnitude between limits A is equal to AM plus or minus delta A. The types of errors. 3 main types are categorized: gross error, systematic error, random error. Gross error എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവറുടെ റീഡിങ്ങിൻ്റെ മിസ്റ്റേക്സ് കൊണ്ടാണ് ഗ്രോസ് എറർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവാം. ആൻഡ് ഇൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ മെഷർമെൻറ്റ് മിസ്റ്റേക്ക് ആയിരിക്കാം. ഈ എറേഴ്സ് കൂടുതൽ യൂഷ്വലി ഒക്കർ ബിക്കോസ് ഓഫ് ഹ്യൂമൻ മിസ്റ്റേക്സ്. ഹ്യൂമൻസിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ആകാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ വ്യത്യാസം, പിന്നെ വാല്യൂസിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇതെല്ലാം കാരണമാണ് ഗ്രോസ് എറർ. അതായത് പറയുകയാണെങ്കിൽ ഹ്യൂമൻ മിസ്റ്റേക്സ് കൊണ്ടുള്ളത്. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞാൽ എറേഴ്സ് ദാറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഓർ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ഡെഫിനിറ്റ് ലോ ഓർ റിപ്പീറ്റഡ് മെഷർമെൻറ്റ് ഓഫ് ഗിവൻ ക്വാണ്ടിറ്റി. എറേഴ്സ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യും, അതിൻ്റെ ഡെഫിനിറ്റ് ലോ അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും ഓൺ റിപ്പീറ്റഡ് മെഷർമെൻറ്റ്. അതിൻ്റെ 3 തിരിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹറൻറ്റ് ഷോർട്ട് കമ്മിങ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ്, അതായത് ഒത്തിരി ഉപയോഗിക്കുക, അതിൻ്റെ സീറോ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ശരിയാവത്തില്ല, പുവർ ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള സമയത്തൊക്കെ ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറയും. എൻവയോൺമെൻ്റൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കണ്ടീഷനിൽ അത് അസംബിൾ ചെയ്തതിൻ്റെയും കാലിബ്രേഷൻ്റെയും എല്ലാം വ്യത്യാസം കൊണ്ട്, അതായത് ടെമ്പറേച്ചറിൻ്റെ, പ്രഷറിൻ്റെ, ഹ്യൂമിഡിറ്റിയുടെ, ഡസ്റ്റ്, മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെയൊക്കെ എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന എൻവയോൺമെൻറ്റൽ എറേഴ്സ്. ഒബ്സർവേഷണൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഒബ്സർവറിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആ എറേഴ്സ്. അതായത് ഇപ്പോൾ പാരലാക്സ് എറർ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ലൈൻ ഓഫ് സൈറ്റ് ഓൺ ദ പോയിൻ്റർ എക്സാക്ട്ലി അറ്റ് ദ റൈറ്റ് ആംഗിൾ ടു ദ പ്ലെയിൻ ഓഫ് സ്കേൾ, പുള്ളിയുടെ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കുമല്ലോ. റാൻഡം എറർ അല്ലെങ്കിൽ ആക്സിഡൻ്റൽ എറേഴ്സ്. പേരിൽ തന്നെ അറിയാം, എറേഴ്സ് ആർ ഓഫ് വേരിയബിൾ മാഗ്നിറ്റ്യൂഡ് ആൻഡ് സൈൻ ആൻഡ് ഡു നോട്ട് മെയിൻറ്റെയിൻ എനി നോൺ ലോ. The presence of random error become evident when different results are obtained on repeated measurement of one and the same quantity. The effect of random error is minimized by, റാൻഡം എറർ നമുക്ക് മിനിമൈസ് ചെയ്യണമെങ്കിൽ ആ ഗിവൻ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുക ഒത്തിരി പ്രാവശ്യം, അത് ഒരേ കണ്ടീഷനിലായിരിക്കണം, ഒരേ കണ്ടീഷനിൽ അന്ന് അർത്തമെറ്റിക് മീന് കാൽക്കുലേറ്റ് ചെയ്യുക, റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുക.
അങ്ങനെ മാത്രമേ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോഴ്സ് ഓഫ് എറേഴ്സ്. എറേഴ്സിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം പുവർ ഡിസൈൻ, അവർ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമാണ്. പിന്നെ പുവർ മെയിൻ്റനൻസ്, അത് നന്നായിട്ട് സൂക്ഷിക്കാത്തതിൻ്റെ. സർട്ടൺ ഡിസൈൻ ലിമിറ്റേഷൻസ്, എറർ കോസ്ഡ് ബൈ ഓപ്പറേറ്റിംഗ് പേഴ്സൺസ്, നോയിസ്, റെസ്പോൺസ് ടൈം, ട്രാൻസ്മിഷൻ മേ ബി ഗെറ്റ് അറ്റനുവേറ്റഡ്. കാലിബ്രേഷൻ ഓഫ് മീറ്റേഴ്സ്. ഇൻസ്ട്രുമെൻറ്റ് കാലിബ്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി പ്രോസസ്സാണ് ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആക്യുറസിക്ക്. Calibration is the process of configuring an instrument to provide the result for a sample within an acceptable range. ഒരു acceptable rangeലെ റിസൾട്ട് കിട്ടാൻ വേണ്ടി വെക്കുന്ന ഒരു പ്രോസസ്സാണ് കാലിബ്രേഷൻ. So basically, calibration of meter is the process of design of instrument by referencing standard instrument which are not used for ordinary purpose. Ordinary purpose-ന് ഉപയോഗിക്കാറില്ല. കാലിബ്രേഷൻ ഓഫ് മീറ്റർ എന്ന് പറയുന്നത് ഡിസൈൻ്റെ ഒരു പ്രോസസ്സാണ്, ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിസൈൻ്റെ പ്രോസസ്സാണ്. സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉപയോഗിച്ച്. All static performance characteristics are obtained in one form or other by process called static calibration. Static calibration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റാറ്റിക് പെർഫോമൻസ് സ്റ്റാറ്റിക് ആരായും വൺ ഫോം അല്ലെങ്കിൽ അനദർ ഫോം ഓഫ് ദ പ്രോസസ്സിലാണ്. അതുകൊണ്ടാണ് സ്റ്റാറ്റിക് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. കാലിബ്രേഷൻ ഓഫ് ഓൾ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് സിൻസ് ഇറ്റ് അഫോർഡ്സ് ദ ഓപ്പർച്യൂണിറ്റി ടു ചെക്ക് ദ ഇൻസ്ട്രുമെൻറ്റ് അഗെയിൻസ്റ്റ് എ നോൺ സ്റ്റാൻഡേർഡ് ആൻഡ് സബ്സിക്വൻ്റ്ലി ടു ഫൈൻഡ് എറേഴ്സ് ആൻഡ് accuracy. Calibration procedure involve a comparison of particular instrument with either. Calibration procedure instrument comparison ചെയ്യുന്നത് a primary standard, a secondary standard with a higher accuracy than the instrument to be calibrated, an instrument of non-accuracy. Actually, all working instruments, that is those which are actually used for measurement work, must be calibrated against some reference instrument which have a higher accuracy. Thus, reference instrument must be calibrated against instrument of still higher grade of accuracy or again other standards of non-accuracy. Classification of instrument. Measuring instrument can be categorized into three: electrical, electronic, and mechanical. Mechanical used for measuring physical quantities. Physical quantities measure ചെയ്യാൻ വേണ്ടിയാണ് mechanical. This instrument is suitable for measuring static and stable condition because the instrument is unable to give the response to the dynamic condition. Dynamic condition response ഈ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻ്റ് കൊടുക്കത്തില്ല. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനാണ് ഈ ഇൻസ്ട്രുമെൻറ്റ് സ്യൂട്ടബിൾ ആവുന്നത്. The electronic instrument has quick response time. The instrument provides quick response as compared to electrical and mechanical. ഇലക്ട്രിക്കലും മെക്കാനിക്കലും നോക്കുമ്പോൾ ഏറ്റവും ക്വിക്ക് റെസ്പോൺസ് ഉള്ളത് ഇലക്ട്രോണിക്കിനാണ്. Electrical instrument is used for measuring electrical quantities like current, voltage, power, etc. Ammeter, voltmeter, wattmeter are the examples of electrical measuring instrument. Ammeter measures current in amps, voltmeter measures voltage, wattmeter power. The classification of electric instrument depends on the methods of representing the output reading. ഇലക്ട്രിക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് റീഡിങ്ങിൻ്റെ മെത്തേഡ്സ് അനുസരിച്ചാണ്. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ത്രീ: മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്. ഇലക്ട്രിക്കൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ആബ്സല്യൂട്ട്, ഇൻഡയറക്റ്റ് ആൻഡ് സെക്കൻഡറി ഡയറക്റ്റ്. Secondary direct can be analog, digital. Analog can be deflecting, null deflection. Deflecting can be indicating, integrating, recording. Absolute instrument. The absolute instrument gives the value of measures quantity regarding the physical constant. The physical constant means the angle of deflection, degree, and meter constant. The mathematical calculation requires for knowing the value of physical constant. The tangent galvanometer is the example of the absolute instrument. In tangent galvanometer, absolute instrument in the example ആണ് tangent galvanometer. Tangent galvanometer ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. The magnitude of current passes through the coil. കറൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോയിലിൻ്റെ അതുവഴി പാസ് ചെയ്യും. അതിൻ്റെ മീൻസ് ദ ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദർ കോയിൽ. അങ്ങനെ നമുക്ക് അതിൻ്റെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ, ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ നമുക്ക് ആ കോയിലിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, റേഡിയസ്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് വയർ യൂസ്ഡ്, ഇതെല്ലാം നമുക്ക് അതുവഴി കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മെയിനായിട്ടും ലാബിലാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡറി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ഷോസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മെഷറബിൾ ക്വാണ്ടിറ്റീസ്. മെഷറബിൾ ക്വാണ്ടിറ്റീസിൻ്റെയാണ് സെക്കൻഡറി ഇൻസ്ട്രുമെൻ്റ് ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. ആബ്സല്യൂട്ട് കാണിക്കുന്നത് മെഷേഴ്സ് ക്വാണ്ടിറ്റി റിഗാർഡിങ് ഫിസിക്കൽ കോൺസ്റ്റൻറ്റ് അനുസരിച്ചാണ്.
Secondary, the calibration of the instrument with the standard instrument is essential for the measurement. സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻറ്റും വെച്ചിട്ടുള്ള കാലിബ്രേഷൻ ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്പുട്ട് ഓഫ് ദിസ് ഡിവൈസ് ഇസ് ഡയറക്ട്ലി ഒപ്ലൈൻഡ്. ഔട്ട്പുട്ട് കിട്ടാനൊക്കെ സിമ്പിളാണ്. ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ്റെ ആവശ്യം ഈ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിനില്ല. ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ന്യൂമറിക് ഫോമിൽ തരും. ഇൻസ്ട്രുമെൻറ്റ് മോർ ആക്യുറേറ്റ് ആണ് അനലോഗിനെ വെച്ച് നോക്കുമ്പോൾ. നോ ഹ്യൂമൻ മിസ്റ്റേക്സ് റീഡിങ്ങിൻ്റെ സമയത്ത് ഒന്നും സംഭവിക്കത്തില്ല. അനലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആണ് കൂടുതലും. ഇൻസ്ട്രുമെൻറ്റ് ഹൂസ് ഔട്ട്പുട്ട് വേരീസ് കണ്ടിന്യൂസ്ലി. അതിൻ്റെ ഔട്ട്പുട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് അനലോഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അനലോഗ് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ദ പോയിൻ്റർ വിച്ച് ഷോസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മെഷറബിൾ ക്വാണ്ടിറ്റീസ്. അനലോഗ് ഇൻസ്ട്രുമെൻറ്റിന് ഒരു പോയിൻ്റർ ഉണ്ട്. അതാണ് മെഷറബിൾ ക്വാണ്ടിറ്റീസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്നത്. അനലോഗ് ഡിവൈസ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, നൾ ടൈപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ടൈപ്പ്. In this null type, zero deflection indicates the magnitude of measured quantity. The instrument has high accuracy and sensitivity. When the value of known and unknown measuring quantities are equal, the pointer shows zero or null deflection. Pointer zero അല്ലെങ്കിൽ null deflection കാണിക്കുന്നത് വാല്യൂ ഓഫ് നോണും അൺനോൺ മെഷറിംഗ് ക്വാണ്ടിറ്റീസ് ഈക്വൽ ആവുന്ന സമയത്താണ് സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. ദ നൾ ഡിഫ്ലക്ഷൻ ഉപയോഗിക്കുന്നത് പൊട്ടൻഷ്യോമീറ്റർ പിന്നെ ഗാൽവനോമീറ്റർ നൾ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഹൈ ആക്യുറസി ആൻഡ് സെൻസിറ്റിവിറ്റി പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. ഡിഫ്ലക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്. The instrument in which the value of measuring quantity is determined through deflection of pointer is known as deflection type instrument. മെഷറിംഗ് ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ പോയിൻ്റർ അനുസരിച്ചാണ്, ഡിഫ്ലക്റ്റിംഗ് പോയിൻ്റർ അനുസരിച്ചാണ്. ദ മെഷറിംഗ് ക്വാണ്ടിറ്റി ഡിഫ്ലക്ട്സ് ദ പോയിൻ്റ് ഓഫ് മൂവിംഗ് സിസ്റ്റം ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് ഫിക്സ്ഡ് ഓൺ ദ കാലിബ്രേറ്റഡ് സ്കെയിൽ. കാലിബ്രേറ്റഡ് സ്കെയിലിൽ അതിൻ്റെ മെഷറിംഗ് ക്വാണ്ടിറ്റി മൂവിംഗ് സിസ്റ്റം ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് ഫിക്സഡ് ആണ് കാലിബ്രേറ്റഡ് സ്കെയിൽ. ദസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മെഷേർഡ് ക്വാണ്ടിറ്റി ഈസ് നോൺ. ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് 3 തരത്തിലുണ്ട്. ഇത് നമ്മളുടെ സിലബസിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, integrating instrument and recording instrument. Indicating instrument. The instrument which indicates the magnitude of measured quantity is known as indicating instrument. Indicating instrument has the dial which moves on the graduated dial. The voltmeter, ammeter, power factor meter are the examples of indicating instrument. Integrating instrument. The instrument which measures the total energy supplied at a particular level of the time is known as integrating instrument. Integrating instrument എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി സപ്ലൈഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം ഇസ് നോൺ ആസ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ടോട്ടൽ എനർജി മെഷേർഡ് ബൈ ദ ഇൻസ്ട്രുമെൻറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ടൈം ആൻഡ് ദ മെഷർ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. എനർജി മീറ്റർ, വാട്ട് അവർ മീറ്റർ ഇതൊക്കെയാണ് എക്സാമ്പിൾ. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് റെക്കോർഡ്സ് ദ സർക്യൂട്ട് കണ്ടീഷൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം എന്നാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. മൂവിംഗ് സിസ്റ്റം ഓഫ് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്യാരീസ് എ പെൻ വിച്ച് ലൈറ്റ്ലി ടച്ചസ് ഓൺ ദ പേപ്പർ ഷീറ്റ്. ദ മൂവ്മെൻറ്റ് ഓഫ് ദ കോയിൽ ഈസ് ട്രേസ്ഡ് ഓൺ ദ പേപ്പർ ഷീറ്റ്. അതിൻ്റെ മൂവ്മെൻറ്റ് പേപ്പർ ഷീറ്റിൽ ട്രേസ് ചെയ്യും. ദ കർവ് ഡ്രോൺ ഓൺ ദ പേപ്പർ ഷോസ് ദ വേരിയേഷൻ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. ദ റെസ്പോൺസ് ടൈം ഓഫ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ് ഈസ് വെരി ഹൈ ആസ് കമ്പയർഡ് ടു ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഡിവൈസ്. ബാക്കി നമുക്ക് അടുത്ത ഭാഗം നോക്കാം.